തളിപ്പറമ്പ് വഖഫ് വിവാദത്തിൽ നിന്നും തടിയൂരാൻ അഭിഭാഷകനെ പഴിചാരി മുസ്ലിം ലീഗ് നേതൃത്വം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വഖഫ് ഭൂമിയല്ല എന്ന് കാണിച്ചത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് വിശദീകരണം. അതേസമയം വഖഫ് ഭൂമി സ്വന്തമാക്കാൻ അല്ലെങ്കിൽ എന്തിനാണ് വ്യാജരേഖയുമായി കോടതിയെ സമീപിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുമില്ല. തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ലീഗ് നീക്കത്തിനെതിരെ വിശ്വാസികളിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് തടിയൂരാൻ പുതിയ തന്ത്രവുമായി ലീഗ് നേതൃത്വം രംഗത്തെത്തിയത്. സർ സെയ്ദ് കോളേജ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് വഖഫ് ഭൂമിയിലല്ല എന്ന് കാട്ടി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നാണ് പുതിയ വിശദീകരണം. ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഞാനീ പറഞ്ഞ വ്യവഹാരവുമായി ബന്ധപ്പെട്ടുള്ള അഫിഡവിറ്റിൽ അതിൻ്റെ 12ാം പാരഗ്രാഫിൽ അഭിഭാഷകരുടെ നോട്ടപ്പിശക് കൊണ്ടോ അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടോ വന്നിട്ടുള്ള ഒരു പിഴവ്, അതായത് ഈ ഭൂമി ഇസ് നോട്ട് എ വഖഫ് എന്ന പേരിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഈ വിവാദങ്ങളൊക്കെ തുടങ്ങിയത്. വഖഫ് ഭൂമിയാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതിയെ സമീപിച്ചത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവില്ല. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നരിക്കോട്ട് ഇല്ലവുമായി ബന്ധപ്പെട്ട നികുതിയാണോ, അവിടെ തണ്ടപ്പേറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തണ്ടപ്പേർ ഇപ്പം ഒരു വഖഫായിട്ടുള്ള ഭൂമിക്കും തണ്ടപ്പേർ അത് ഉടമസ്ഥാവകാശം വെച്ച് പ്രവർത്തിക്കുന്ന ആളുടെ തണ്ടപ്പേർ കൊടുക്കാലോ, അങ്ങനെയാണുള്ളത്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഖാസിയായ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ വഖഫ് ഭൂമിയാണ് തട്ടിയെടുക്കാൻ ലീഗ് നേതൃത്വം നൽകുന്ന ട്രസ്റ്റ് ശ്രമിച്ചത്. ഇതിനെതിരെ ലീഗ് അണികൾക്കിടയിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ.